നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. ഞാൻ എഡ്യൂർ ലേണിംഗിൽ അക്കൗണ്ടിങ് ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്തതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അത് റീസെൻ്റ്ലി നടന്നൊരു സംഭവമാണ്. എന്നെ അറിയാമെന്നുള്ളൊരു വ്യക്തി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതിനു മുമ്പായിട്ട് ആ വ്യക്തി 15 വർഷങ്ങളായിട്ട് വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യായിരുന്നു. ഈ രണ്ടാം കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി വിദേശ രാജ്യത്ത് ജോലിയെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ട്രേഡിംഗ് ഫേമാണ് ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 3 മാസം കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ആ വ്യക്തിയുടെ ബിസിനസ്സിലെ റിപ്പോർട്ട് ആ വ്യക്തി ഒന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഡൗട്ടാണ് എന്നോട് ചോദിച്ചത്. വേറെ ഒന്നുമില്ല, ബിസിനസ്സിലെ ബാലൻസ് ഷീറ്റിലെ റിപ്പോർട്ടിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ മെൻഷൻ ചെയ്യിക്കുന്നു. എന്നോട് ചോദിച്ചതാ, എടാ വിഷ്ണു, എന്തുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മൂലധനം എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിരിക്കുന്നത്? അതെന്താ അസറ്റ് സൈഡിൽ കാണിച്ചുകൂടി? കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ എമൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആസ്തിയല്ലേ, എന്തിനാ അത് ബാധ്യത സൈഡിൽ കാണിച്ചിരിക്കുന്നത്? ഇതായിരുന്നു പുള്ളിയുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥാനത്തിലെ അക്കൗണ്ടിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻഫെറിറ്റി കോംപ്ലക്സ് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന കാരണങ്ങളായിരിക്കാം. അതുകൊണ്ട് പുള്ളി അവിടുത്തെ അക്കൗണ്ടിനോട് ചോദിച്ചിട്ടില്ല, എന്നോടാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, മറ്റാരോടും ചോദിച്ചിട്ടില്ലേ? ആ പുള്ളി പറഞ്ഞു, ഇതുപോലെ ബിസിനസ് സ്ഥാപനം നടത്തുന്ന 2-3 ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവരോട് ഞാൻ ചോദിച്ചു, പക്ഷേ അതിൽ നിന്നും എനിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയിട്ടില്ല. നീ എന്തായാലും ഫിനാൻസ് ടീമിൽ വർക്ക് ചെയ്യുന്നില്ലേ എഡ്യൂറിൽ, അപ്പോൾ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സോ അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ തന്നെ ആ വ്യക്തിയെ ഒന്ന് സഹായിക്കാമെന്ന് കരുതിയത്. ഇതിപ്പോൾ ആ വ്യക്തിയുടെ മാത്രം സംശയമായിരിക്കണമെന്നില്ല, ഇതുപോലെ ഓരോ സംരംഭകരുടെയും സംശയമായിരിക്കാം ഇത്. നമുക്കെന്നാൽ ആ വ്യക്തിയെ ഒന്ന് സഹായിച്ചാലോ? ഇവിടെ ഇങ്ങനെ ഒരു സംശയം ഉടലെടുക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സംഭവമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതി ആ വ്യക്തിക്ക് ഫിനാൻഷ്യലി എല്ലാത്തരം ലിറ്ററസിയും ഇല്ല എന്നല്ല. കാരണം ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംരംഭകൻ സദാസമയം ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളൂ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് നന്നായി കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചാണ് ഓരോ സംരംഭകരും നടക്കുന്നത്, അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ എന്തായാലും ആ വ്യക്തിയുടെ കാര്യം തന്നെ നമുക്ക് പറയാം. ആ വ്യക്തി ഇപ്പോൾ ട്രേഡിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ 3 മാസമായെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കണ്ടേ? ഇനി ആ ബിൽഡിങ് റെൻറ്റിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി റെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലേ? വേറെ എന്തിനു പറയുന്നു? ഒരു സ്ഥാപനം എന്തായാലും നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ലോണും കാര്യങ്ങളും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതും മന്ത്ലി അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് അടയ്ക്കാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെ കൊണ്ടാവാം ഈ അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കാൻ ഇവർ ചിലപ്പോൾ മടിക്കുന്നതും. ഇനി മടി തന്നെ ആയിരിക്കണമെന്നില്ല, പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വ്യക്തി തന്നെ ഈ 3-ാമത്തെ മാസത്തിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നമുക്ക് തിരിച്ചു വരാം. എന്തായാലും ആ വ്യക്തി നമുക്ക് സഹായിക്കാം. നിങ്ങളാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതൊന്ന് കേട്ട് നോക്കൂ. ഇനി ആ വ്യക്തിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? എല്ലാവർക്കും അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാം. ഇപ്പം കൊമേഴ്സുകാരാവട്ടെ നോൺ കൊമേഴ്സുകാരാവട്ടെ, അവർക്ക് എല്ലാവർക്കും അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാം. എന്തായാലും സിമ്പിളായിട്ട് ഞാൻ പറയാം അക്കൗണ്ടിങ് എന്നാൽ എന്തെന്ന്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ സാമ്പത്തികമായി നടക്കുന്ന ഇടപാടുകളുണ്ട്, അത് സിസ്റ്റമാറ്റിക് രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഈ അക്കൗണ്ടിങ് അറിയുന്നതിന് കുറച്ച് സാമാന്യ സങ്കല്പങ്ങളുണ്ട്. എന്താണ് ഈ സാമാന്യ സങ്കല്പങ്ങൾ? കോൺസെപ്റ്റ് എന്ന് പറയും. അതായത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയും. അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബിസിനസ് സ്ഥാപനം നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഇതിനെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് തന്നെ 3 തരത്തിലുണ്ട്. അതായത് ഒരു സംരംഭകൻ, അതായത് ഒരു എൻ്റർപ്രണർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടായിട്ടുള്ള 3 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ് 3 കോൺസെപ്റ്റുകളെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, രണ്ടാമത്തത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, മൂന്നാമത്തത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതിൽ ഏത് കോൺസെപ്റ്റിലായിരിക്കും അദ്ദേഹം ചോദിച്ചതിൻ്റെ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഞാൻ തന്നെ പറയാം, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ സ്ഥാപനവും ഇനി അവിടെ ഒരു വ്യക്തി ഉണ്ടാവും അല്ലേ,
ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയും ഉണ്ടാവും, അല്ലെങ്കിൽ വ്യക്തികളും ആവാം. ഇവരെ നമ്മൾ രണ്ട് വ്യക്തികളായിട്ട് കാണണം. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ബിസിനസ്, ഒരു സംരംഭകൻ, ഇവ രണ്ടുപേരെയും നമ്മൾ രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ട് വേണം കാണേണ്ടത്. അതായത് ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് വേണം ചിന്തിക്കേണ്ടത്. അതായത് ഒരു പ്രൊപ്പറേറ്റർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടാവും, അതിന് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ആ ക്യാപിറ്റൽ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുക, ബിസിനസ്സിലോട്ട് കാശ് വരുന്നു അല്ലേ. അപ്പോൾ അത് എന്നാലും ആ ബിസിനസ് ആ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് തിരിച്ച് കൊടുക്കാനുള്ളതല്ലേ. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാവേണമല്ലേ. സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലല്ലേ ആ ക്യാപിറ്റലിനെ നമ്മൾ മെൻഷൻ ചെയ്യാനുള്ളത്. ഇവിടെ ആ വ്യക്തിക്കുണ്ടായ സംശയത്തിന് ഉത്തരം ഇതാണ്. ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിലൂടെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഒന്നും കൂടി വിശദമായിട്ട് പറയാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മൂലധനം, ആ മൂലധനം ബിസിനസ്സിലോട്ട് വരുന്നുണ്ട്. ബിസിനസ് ഇതെന്നായാലും ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് തിരിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. നിങ്ങൾ ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാലും മതി. അതായത് ബിസിനസ് ആ ഒരു പ്രൊപ്പറേറ്ററിൻ്റെ കയ്യിൽ നിന്ന് കടം പേടിക്കുന്ന എമൗണ്ട്, അത് മൂലധനം, അത് ലയബിലിറ്റി സൈഡിൽ ആയിരിക്കും കാണിക്കുന്നത്. തിരിച്ചെന്തായാലും കൊടുക്കാനുള്ളതാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ഇതാണ് ആ വ്യക്തിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം. ഇനി എന്താണ് രണ്ടാമത്തെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ആ വ്യക്തിയുടെ സ്ഥാപനം തന്നെ നോക്കാം. ആ ട്രേഡിംഗ് ഫേമിൽ എന്തായാലും ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും, എംപ്ലോയീസും ഉണ്ടാവും അല്ലേ. അതിൽ മാനേജ്മെൻറ്റ് എംപ്ലോയീസിലെ ഒരു എംപ്ലോയി ആയിട്ട് 2-3 ദിവസങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ നല്ല വഴക്കും തല്ലും എല്ലാം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ മാനേജ്മെൻറ്റിലെ ഒരു മാനേജർ ആ എംപ്ലോയിയെ ഒന്ന് തല്ലി. തിരിച്ച് എംപ്ലോയി നോക്കിക്കൊണ്ടിരിക്കും. തല്ല് കിട്ടിയാൽ ആരായാലും തിരിച്ച് തല്ലും അല്ലേ. 2 തല്ല് തിരിച്ച് മാനേജ്മെൻറ്റിന് കൊടുത്തു. ഇത് നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയൊരു കാര്യമുണ്ടോ? നിങ്ങളങ്ങനെയെങ്കിലും രേഖപ്പെടുത്തുമോ? ഇല്ല, നമുക്ക് രേഖപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അല്ലേ. എന്നാൽ ഇത് സംബന്ധിച്ച്, അതായത് ഈ വഴക്ക്, ഈ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ ആ വ്യക്തിയെ കമ്പനിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയിൽ നിന്ന് ആ എംപ്ലോയിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും അല്ലേ. അതായത് അയാളുടെ സാലറി, മറ്റു കാര്യങ്ങൾ, അതെല്ലാം കമ്പനി എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. അതായത് അയാൾക്ക് കൊടുക്കാനുള്ള എല്ലാത്തര അലവൻസും കാര്യങ്ങളും കമ്പനി കൊടുത്ത് തീർക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യം നടന്നു അല്ലേ. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തിയിരിക്കണം. ആ രേഖപ്പെടുത്തുന്നതാണ് ഇവിടെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാട് അല്ലാതെ മറ്റ് ഒരു കാര്യങ്ങളും നമ്മൾ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ആ സ്ഥാപനത്തിലോട്ട് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. അതായത് എന്തായാലും ബില്ലിങ് കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കമ്പ്യൂട്ടർ നമുക്ക് വേണ്ടി വരും. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? പുതിയതായിട്ട് മേടിക്കുന്നു. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. കമ്പനിയിലോട്ടൊരു പുതിയ കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് കാശ് എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. ഇതിനനുസരിച്ച് ആ കമ്പ്യൂട്ടർ നമുക്ക് പുതിയതായിട്ട് വരികയാണല്ലേ, ബിസിനസ്സിലോട്ട് വരികയാണല്ലേ. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. കമ്പനിയിൽ കാശ് പോയി, കമ്പ്യൂട്ടർ വന്നു. ഇങ്ങനെ നടക്കുന്നതിനാണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ സാമ്പത്തിക ഇടപാടുകൾക്കും ഇതുപോലെ 2 വശങ്ങളുണ്ട്, അതായത് ആസ്പെക്റ്റ്. ഈ 2 വശങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ ബിസിനസ്സിൻ്റെ യഥാർത്ഥ ചിത്രം ലഭ്യമാക്കൂ. ഈ സാമാന്യ സങ്കല്പമാണ് ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എന്ന 2 ആസ്പെക്റ്റിലാണ് നടക്കുന്നത്.
ഓരോ സാമ്പത്തിക ഇടപാടുകളുടെയും 2 വശങ്ങൾ അക്കൗണ്ട് ചെയ്യുന്ന ഈ രീതിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നിങ്ങളാണെങ്കിൽ ഈ കാര്യങ്ങളാണോ ആ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒരു സംരംഭകൻ ഈ 3 കോൺസെപ്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനായാസമായി തന്നെ ആ വ്യക്തിക്ക് ആ കമ്പനിയിലെ റിപ്പോർട്ട്സുകൾ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ വളരെ അനായാസം തന്നെ വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കമ്പനിയുടെ വിജയത്തിന് നല്ലൊരു മുന്നേറ്റത്തിനായിട്ട് ആ സംരംഭത്തിന് സാധിക്കും. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിയുടെ യഥാർത്ഥ ഒരു പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? ഇനി ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഈ കമ്പനി കൊണ്ടുപോയപ്പോൾ അവിടെ എന്താണ് നടന്നിട്ടുള്ളത്, ഇനി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള എല്ലാ ഒരു കാര്യങ്ങളും ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് ഏതൊരു സംരംഭകനും ഈ 3 സാമാന്യ തത്വങ്ങൾ, ഈ 3 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട ഈ 3 അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ്ങിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, ഇനിയും വരുന്നുണ്ട്. നമ്മളിപ്പോൾ അടിത്തറ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ, അല്ലേ? അക്കൗണ്ടിങ്ങിൻ്റെ ഹിസ്റ്ററി നോക്കിയാലോ? അറിയാന്നുള്ളത് കുറച്ച് ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഹിസ്റ്ററിയിലോട്ട് ഒരു തിരിഞ്ഞു നോട്ടം.